ഇത് പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചീരംകുളം സ്കൂളിന് സമീപത്താണ്. ഇവിടെ കുറ്റിപ്പുറത്ത് ഒരു വീടുണ്ട്. ആ വീടിൻ്റെ മുകളിലേക്ക് ഒരു മരം വീണെന്ന് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാം. അവിടുത്തെ വാർഡ് മെമ്പർ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആ വീട്ടിലേക്കൊന്ന് പോകാം. നാരകത്തോട്ട് നിന്ന് ചീരംകുളം സ്കൂളിൻ്റെ അങ്ങോട്ട് വരുന്ന വഴിയിൽ ഇവിടെ വലതുവശത്ത് ഒരു ചെറിയ നടപ്പാതയുണ്ട്. ഇതിന് മുകളിൽ ഇത് മീനടം ഗ്രാമപഞ്ചായത്തിൻ്റെ 1-ാം വാർഡാണ്. ഇവിടുത്തെ വാർഡ് മെമ്പർ റജീന പ്രവീണാണ്. വാർഡ് മെമ്പറും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് മെമ്പർ മോനിച്ചനും അടക്കം എല്ലാവരും ഇവിടെ ഉണ്ട്. മെമ്പറെ മീനെടുത്ത് വേറെ വല്ല പ്രശ്നമുണ്ടോ? ഉണ്ടോ? പുത്തമ്പരപ്പടിയെല്ലാം ഉണ്ടല്ലേ? ശരിയാനും കട്ടിയായി പോയല്ലോ. ഇതെപ്പോഴത്തെ ആ വലിയ കാറ്റിൽ തന്നെയാണ് സംഭവിച്ചത്. മണിച്ചനെപ്പോ പറഞ്ഞു? ഞാൻ ഒരു അരമണിക്കൂറും പറഞ്ഞു. ഞാൻ കോട്ടയത്തായിരുന്നു. പ്രൊഫസറെ വിളിച്ചിട്ടുണ്ട്. പ്രൊഫസർ നിലമ്പൂരാണ്. അദ്ദേഹം നാളെ വൈകുന്നേരം ഇവിടെ എത്തും. രാവിലെ വൈകുന്നേരം വരും. വൈകുന്നേരം വന്ന് എല്ലാം വെട്ടി മാറ്റി വീട് ശരിയായി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിലമ്പൂരാണ് അദ്ദേഹം. നിലമ്പൂരുണ്ട്. കുറ്റിപ്പുറത്തെ ഓമന അമ്മ എന്ന് പറഞ്ഞ അമ്മ മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഈ വീടിൻ്റെ മുകളിലേക്കാണ് കനത്ത മഴയിലും കാറ്റിലും 2 മരമാണ് കടപുഴകി വീണത്. അമ്മ ഈ സമയത്ത് വീട്ടിലില്ലായിരുന്നു. അതുകൊണ്ടാണ് അടുക്കള വശം മുഴുവൻ തകർന്ന നിലയിലാണ്. ഇത് നിലമ്പൂരുള്ള ഒരു വ്യക്തിയുടെ സ്ഥലമാണ്. അവിടെ നിന്ന മരമാണ് കടപുഴകി വീണ്. അപ്പോൾ അദ്ദേഹം ഈ വീടും പരിസരവും ഈ നഷ്ടപ്പെട്ട ഇത് മുഴുവൻ ശരിയാക്കി കൊടുത്തേക്കാന്ന് അവിടുത്തെ വാർഡ് മെമ്പറെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഇപ്പം പൈപ്പ് കണക്ഷന് ഉള്ള വാട്ടർ ടാങ്ക്, അതുപോലെ ബാത്റൂം അടക്കം എല്ലാം പോയിട്ടുണ്ട്. അമ്മയുടെ മകൻ സന്തോഷ് ഇപ്പം ഇവിടെ ഉണ്ട്. അപ്പോൾ സന്തോഷിനോട് വീഡിയോ ശരിയാക്കി കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഉടമ പറഞ്ഞിട്ടുണ്ട്. പുതുപ്പള്ളിയിലും മീനടുത്തും ധാരാളം മരം കടപുഴകി വീണ് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലത്തുനിന്നും വിളിച്ചു, പക്ഷെ എല്ലായിടത്തും പോകാൻ പറ്റിയില്ല. അതുപോലത്തെ മഴയാണ്. എനിക്ക് ഇന്ന് വൈകിട്ട് ഗുജറാത്തിൽ നിന്നാണ് ഒരു കോള് വന്നത്. നമ്മുടെ ചാനല് സ്ഥിരം കാണുന്ന ഒരാളാണ്, ഗുജറാത്തുകാരൻ. അദ്ദേഹം ചീരംകുളം സ്വദേശി തന്നെയാണ്. അദ്ദേഹമാണ് എന്നോട് വിളിച്ച് ഈ ഒരു നാശനഷ്ടത്തിന്റെ കാര്യം പറഞ്ഞത്. പൈസ നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് എത്ര ചിലവ് നോക്കി പറ്റും സീറ്റ പറ്റും സാധനങ്ങൾ പണിക്കൂലി സിമെന്റ് മണ്ണെല്ലാം നോക്കിയിട്ട് അപ്പൊ അതിന്റെ പൈസ വാങ്ങിച്ച് നിങ്ങൾ ചെയ്യോ. സന്തോഷം ഇപ്പൊ ഈ പണി ചെയ്യുന്നതാണല്ലേ. അങ്ങനെ ചെയ്യാതെ കുട്ടികളെ നിർത്തി പണി ചെയ്യിക്കണം. എന്താ ചെയ്യും? പുള്ളി നിലമ്പൂരുകാരനെ. പുള്ളി ആരെയും കേൾപ്പിച്ച് പോയി കയറില്ല. സന്തോഷമാണെങ്കിൽ സന്തോഷം ചെയ്യുന്നതല്ലേ. ചെയ്യിക്കറിയാം കേട്ടോ. ഞാൻ ജയിപ്പിച്ചോളാം. അപ്പോൾ നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിലൊരു വീടിൻ്റെ മേൽക്കൂരയെല്ലാം കാറ്റി പറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നപ്പോൾ നാരകത്തോട്ട് ഇലക്ട്രിസിറ്റി ബോർഡുകാർ ആ ലൈനൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 8-ാം വാർഡിൽ ഈ വീടിൻ്റെയാണ് മേൽക്കൂര കാറ്റത്ത് പറന്നു പോയത്. നമ്മുടെ വീട്ടുകാരനെ ഇവിടുത്തെ കുത്തതേക്കാലായി. ഇതെപ്പോഴാണ് സംഭവിച്ചാൽ? മറ്റേ മഴയത്തേക്ക് മഴയത്തെ കാറ്റിൽ ശരിയാണ്. താഴത്തെ വീടിന്റെ
ബാത്റൂം, അവിടെ കിച്ചൺ എല്ലാം ഇളകി, മൊത്തം ഇളകിപ്പോയി. അത് ശരി. ഇനി മഴത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഷീറ്റ് ഇവിടുന്ന് പറപ്പിച്ചുകൊണ്ട് പോയാണ് തന്നെ എടുത്ത് അവിടെ കൊണ്ട് വെച്ചാ. പക്ഷെ ഇവിടെ വേറെ എങ്ങും കാറ്റടിച്ചിട്ടും ഇല്ലല്ലേ? അതുകൊണ്ട് അപ്പുറത്ത് ആ വീടിന്റെ മേളിലത്തെ ആ ഷീറ്റ് മുഴുവൻ പോയിട്ടുണ്ട് അല്ലേ? പോയിട്ടുണ്ട്. അപ്പം അകത്ത് എല്ലാം മൊത്തം അകത്തേത് ഈ തായ്പരം മുഴുവൻ ഇങ്ങോട്ട് തള്ളിക്കളഞ്ഞു. ഇനിയിപ്പോ അത് മുഴുവനും വലിച്ച് താഴെ ഇറങ്ങിയിട്ട് വേറെ ചെയ്യണം. നാളെ പണിയാർ വരുമ്പോൾ ഇതിനപ്പുറമാണ് മുഴുവനും പറഞ്ഞു പോയി, ഇങ്ങോട്ട് തള്ളിപ്പോയി. ഉത്തരവല്ല ഇങ്ങനെ തള്ളിപ്പോയി, എല്ലാവരും പറഞ്ഞു പോയി. എല്ലാം പറഞ്ഞു. ആ കട്ടയെല്ലാം ഇളകി. പൊന്നുപോലെ കിടന്ന സ്ഥലമാണ്. അപ്പൊ പടുതായി കിടക്കുന്ന വീട്. അതിലൊക്കെ ചെവി പണി ഇവിടെയായി. അത് പറിച്ചെടുത്ത് മാറ്റി. ഉത്തര ഉൾപ്പെടെ ലോക്കെല്ലാം വിട്ടുപോയി, തള്ളിപ്പോയി. ഇനിയിപ്പോ ഇത് മുഴുവൻ എടുത്ത് മാറ്റിയിട്ട് എല്ലാം പോയി. അങ്ങോട്ട് തള്ളിപ്പോയി. അപ്പുറത്ത് ഷീറ്റ് നിൽക്കുന്നതാണ് നമുക്ക് കാണുന്നില്ല. പിന്നെ കാറ്റായിരുന്നു. ആ ഉത്തരെല്ലാം അങ്ങോട്ടും പോയി. ഇവിടുന്ന് അതുകൊണ്ട് അവിടെ അതെല്ലാം എടുത്ത് മാറ്റിയതാ. അവിടെ എല്ലാം വിണ്ട് കയറിയിട്ടുണ്ട് അല്ലേ? ഈ വീടിന്റെ തൊട്ട് താഴത്തെ വീട്ടിൽ ഇതുപോലെ ഷീറ്റ് എല്ലാം കൂടെ കാറ്റത്ത് പറപ്പിച്ച് കളഞ്ഞ് അവരത് മാറിയിട്ടായിരുന്നു. ഇവിടെ അല്ലേ? ഷീറ്റ് മാറിയിട്ടായിരുന്നു. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 18-ാം വാർഡാണ്. മന്ദിരങ്കലിങ്ങിന്റെ അവിടുന്ന് IPC സെമിനാരിലേക്ക് പോകുന്ന വഴിക്ക് വൈകുന്നേരം സംഭവിച്ചതാണ്. മഴയെ തുടർന്നുണ്ടായ ചുഴലിക്കാറ്റ് ഒരുപാട് നാശനഷ്ടമാണ് പുതുപ്പള്ളിയിലും മീനടുത്തും അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. മീനടം ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പേര് വിളിച്ചായിരുന്നു. പക്ഷേ ഈ മഴയത്ത് ഒന്നും പോകാൻ പറ്റിയില്ല. ഇത് മീനടുത്തുണ്ടായതാണ്. ഇപ്പം നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ നിന്ന് അയച്ചു തന്നാണ്. മീനടുത്തുമൊക്കെ ഒരുപാട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്.